തിരുവിഷ മിനിസ്ട്രീസ് ബ്രെഡ് ഓഫ് ലൈഫിലേക്ക് സ്വാഗതം. 2020 ഡിസംബർ 28 സിറോ മലബാർ സഭ വിശുദ്ധ കുർബാന മധ്യേ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ. വിശുദ്ധ യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 11 മുതൽ 17 വരെയും, വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 12 മുതൽ 19 വരെയും തിരുവചനങ്ങൾ. വിശേഷഏറ്റവും പ്രിയപ്പെട്ടവരെ, സ്നേഹവന്ദനം. നാം ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നൊരു ബോധ്യം ജീവിതത്തിൽ നിലനിർത്തേണ്ടതുണ്ട്. നാം സുവിശേഷം ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അക്കാര്യമാണ്. കുഞ്ഞിപ്പൈതങ്ങളുടെ തിരുനാൾ ആചരിക്കുമ്പോൾ ലോകത്തിൽ ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കാനായി വിളിക്കപ്പെട്ടവരാണെന്ന ബോധ്യം നമുക്കുണ്ടാകണം. ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്താൻ നമ്മയും പ്രകാശമായിട്ടാണ് അവിടെ നയിച്ചിട്ടുള്ളത്. സുവിശേഷത്തിൽ വിശുദ്ധ മത്തായി സുവിശേഷം 5, 13, 14 തിരുവചനങ്ങളിൽ ലോകത്തിൻ്റെ പ്രകാശവും ഉപ്പുമായി മാറേണ്ടത് ക്രിസ്തു സാക്ഷ്യത്തിന് അനുപേക്ഷണീയമെന്ന് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തും. യേശു തനിക്ക് സ്വയമേ സാക്ഷ്യം നൽകുന്നത് പരിശുദ്ധാത്മാവിൽ, പിതാവിൽ, മാനുഷികതയിൽ സമ്പൂർണത പ്രാപിച്ച ഒരാളായതുകൊണ്ടാണ്. സാക്ഷ്യം നൽകാനുള്ള അധികാരമായി അല്ലെങ്കിൽ അവകാശമായി ക്രിസ്തു പറയുന്നത് താൻ എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും തനിക്കറിയാം. നമുക്ക് പലപ്പോഴും നിശ്ചയമില്ലാത്ത കാര്യമാണ്. അത് എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോകുന്നു എന്ന ബോധ്യത്തിലല്ല നാം. വായിച്ചറിവും കേട്ടറിവും ഒക്കെ ഒത്തിരിയേറെ ഉണ്ടെങ്കിലും നമുക്ക് നാം ഇങ്ങനെ ദൈവത്തിൽ നിന്ന് വന്ന് ദൈവത്തിലേക്ക് തിരികെ പോകുന്നു എന്ന പരമാർത്ഥത്തിൽ ഉറയ്ക്കാൻ പലപ്പോഴും കഴിയുന്നില്ല. ഒരുപക്ഷെ അങ്ങനെ കഴിഞ്ഞിരുന്നെങ്കിൽ നാം ജീവിക്കുന്ന ജീവിത ചുറ്റുപാടുകൾക്കകത്ത് വിശുദ്ധിയോടെ ജീവിക്കാൻ നമുക്ക് കഴിയുമായിരുന്നു. അപ്പോൾ ആ തിരിച്ചറിവുള്ളത് കൊണ്ടാണ് ക്രിസ്തു പറയുന്നത് തനിക്ക് സാക്ഷ്യം നൽകാൻ കഴിയും. നമ്മുടെ വിധി പലപ്പോഴും മാനുഷികമാണ്. നമുക്ക് സമ്പൂർണമായി കാണാൻ കഴിയില്ല. ഒരാളുടെ ആന്തരികത, പ്രവൃത്തിയുടെ അന്ത്യം അല്ലെങ്കിൽ അതിൻ്റെ ആന്തരിക ഫലങ്ങളൊന്നും തിരിച്ചറിയാൻ കഴിയുന്നവരല്ല നമ്മൾ. ക്രിസ്തു അങ്ങനെയല്ല. ക്രിസ്തുവിന് ഇത് തിരിച്ചറിയാം. ലോകത്തിൻ്റെ പ്രകാശമായ അവൻ തൻ്റെ ജീവിതത്തിൽ മുഴുവൻ തിരിച്ചറിയുന്നുണ്ട്. തൻ്റെ ജീവിത പ്രവൃത്തികൾക്കകത്ത് മുഴുവൻ തിരിച്ചറിയുന്നുണ്ട് പരമമായ ലക്ഷ്യത്തിലേക്കുള്ള തൻ്റെ യാത്രയെ. അപ്രകാരം ജീവിതത്തെ തിരിച്ചറിയുന്ന ക്രിസ്തു നമ്മോട് പറയുന്നു, എന്നെ അയച്ച പിതാവ് എന്നോട് കൂടെയുണ്ട്. നമുക്കില്ലാത്തൊരു ബോധ്യമാണ്. നമ്മുടെ അകത്ത് ദൈവം വസിക്കുന്നുവെന്ന പരമാർത്ഥം, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന ബോധ്യം നമുക്ക് പലപ്പോഴും ഇല്ല. ജീവിതത്തിൽ ആ ഒരു ബോധ്യം ഉണ്ടാകുമ്പോഴാണ്, ജീവിതത്തിൽ ക്രിസ്തു എൻ്റെ അകമേ എന്ന ബോധ്യം ഉണ്ടാകുമ്പോഴാണ് ജീവിതം അർത്ഥവത്തായിത്തീരുക. അതുകൊണ്ട് ഈശോ പറയും, എന്നെ അയച്ചവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നു, എന്നെ അയച്ച പിതാവും സാക്ഷ്യം നൽകുന്നു. പിതാവിൻ്റെ സാക്ഷ്യമായി യേശു ഭൂമിയിലേക്ക് വരുന്നു. യേശു തന്നെയും സാക്ഷ്യം നൽകുന്നു. പരിശുദ്ധാത്മാവിൽ സാക്ഷ്യം നൽകാൻ നാം ഓരോരുത്തരും വിളിക്കപ്പെടുകയും ചെയ്യുന്നു. ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്നവരായി ജീവിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ആദ്യം മുതലേ കേട്ട ഈ സന്ദേശം പരസ്പരം സ്നേഹിക്കണമെന്നതിലാണ്. സ്നേഹത്തിലൂടെയാണ് അവിടുത്തെ വെളിപ്പെടുത്താൻ കഴിയുക. സ്നേഹമാണ് പ്രകാശം എന്ന് സുവിശേഷം ഓർമ്മപ്പെടുത്തുന്നു. തിന്മയുടെ സന്തതിയും സഹോദരനെ കൊന്നവനുമായ കായനെ പോലെ നാം ആയിത്തീരരുത്. സാഹോദര്യത്തിലൂന്നിയ പരസ്നേഹത്തിലൂന്നിയ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് കഴിയണം. പരസ്നേഹത്തിൽ മാത്രമേ ക്രിസ്തുവിനെ നമുക്ക് അനുഭവിക്കാൻ കഴിയൂ, വെളിപ്പെടുത്താനും കഴിയൂ. ചിലറ്റം പ്രിയപ്പെട്ടവരെ, ലോകം നമ്മൾ ദ്വേഷിക്കാം. ലോകം നമ്മൾ ദ്വേഷിക്കുന്നുവെങ്കിൽ അത് നേരത്തെ തന്നെ ക്രിസ്തുവിനെ ദ്വേഷിച്ചു എന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നാം പ്രവേശിക്കാനായി സ്നേഹത്തിൽ അടിയുറച്ചൊരു ജീവിതം നയിക്കാൻ നമുക്ക് കഴിയണം. സഹോദരൻ സ്നേഹിക്കുന്നവൻ ജീവനിലേക്ക് പ്രവേശിക്കുന്നു, സ്നേഹിക്കാത്തവൻ മരണത്തിൽ തന്നെ നിലകൊള്ളുന്നു. സഹോദരനെ ദ്വേഷിക്കുന്നവൻ കൊലപാതകിയാണ് എന്ന് യോഹന്നാൻ ശ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ക്രിസ്തു നമുക്ക് വേണ്ടി തൻ്റെ ജീവൻ പരിത്യജിച്ചു എന്നതിൽ നിന്ന് സ്നേഹമെന്തെന്ന് നാം അറിയുന്നു. നമ്മളും പരസ്പരം ജീവൻ പരിത്യജിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. സ്നേഹിക്കാൻ എന്ന് പറയുമ്പോൾ അവരന് വേണ്ടി ജീവിതം ഉപേക്ഷിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. അവരന് വേണ്ടി അഹർനിശം പ്രയത്നം, കൃപണത വിട്ട് കൃപാല് ചെയ്തിരുന്നു. നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം അർപ്പിക്കുന്നവരായി മാറാൻ കഴിയുമ്പോഴാണ്, അവനവനെ ഉപേക്ഷിച്ച് ജീവിക്കാൻ കഴിയുമ്പോഴാണ് അത് ക്രിസ്തു സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് മാറുക. അങ്ങനെ സഹോദരനെ കണ്ടിട്ട്, അവൻ്റെ ജീവിത പ്രയാസങ്ങളെ കണ്ടിട്ട് ഹൃദയമടയ്ക്കാത്തവനായി ജീവിക്കാൻ കഴിയുന്നുവെങ്കിൽ സ്നേഹത്തിൻ്റെ പക്ഷത്താണ് നാം, പ്രകാശത്തിലാണ് നാം, കുഞ്ഞിപ്പൈതങ്ങളുടെ തുടർച്ചയാണ് നാം, ക്രിസ്തുവിനെ ഈ ലോകത്ത് വെളിപ്പെടുത്തുകയാണ് നാം. ചിലറ്റം പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാം. എത്രത്തോളം ഈ പരസ്നേഹത്തിൽ ഉന്നിയ ജീവിതം നയിക്കാൻ കഴിയുന്നുണ്ട്, എത്രത്തോളം അപരത്വത്തെ ദൈവത്വത്തിൽ കണ്ടെത്താൻ നമുക്ക് കഴിയുന്നുണ്ട്, എത്രത്തോളം നമ്മെ തന്നെ ഉപേക്ഷിച്ച് ഈ ലോകത്തിന് പരിഹാര ബലിയായി ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് പ്രതിസ്നേഹമായി മാറാൻ നമുക്ക് കഴിയുന്നുണ്ട് എന്ന് ഹൃദയപൂർവ്വം പരിശോധിക്കാം.
അത്തരത്തിൽ വീണുപോയ എല്ലാ നിമിഷങ്ങളെക്കുറിച്ചും മാപ്പപേക്ഷിക്കാം. സാക്ഷ്യമായ ജീവിതം നയിക്കാൻ ഞങ്ങളെയും ബലപ്പെടുത്തണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.